മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. നമ്മളെ പുതുവർഷ ഫലങ്ങളാണ് 2026 ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആയില്യ നക്ഷത്രത്തിൻ്റെയാണ് അടുത്തായിട്ട് വരുന്നത്. ഇത് ഞാൻ തന്നെ ഗണിച്ച് അതിൻ്റെ ദശാകാലങ്ങളും അർത്ഥദശകളും ഈ വർഷത്തെ 2026 ഏതൊക്കെ ഗ്രഹങ്ങൾ അന്യോന്യം പരസ്പരം മാറുന്നുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള ഗതിവിഗതികൾ അനുസരിച്ചിട്ട് നിങ്ങൾക്കുണ്ടാകുന്നതായിട്ടുള്ള സാമാന്യ സമ്മിശ്ര ഫലങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആയില്യ നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലം ഒന്ന് നോക്കാം. ആയില്യ നക്ഷത്രത്തിൽ ഒരു പൊതു ഫലം കാണണമല്ലോ. അത് ഗണിച്ചിറക്കിയിൽ ഈ നക്ഷത്രക്കാർ ജനിച്ചവർക്ക് നല്ല വാക് സാമർഥ്യം, അതോടൊപ്പം നർമ്മബോധവും ഉണ്ടാവും. ഏത് വിഷയത്തിലായാലും നമ്മൾ വിഷയസംബന്ധമായിട്ട് ആയില്യ നക്ഷത്രം കർക്കിടക കൂറുകൂടിയുടെ അഗാധമായി അറിവ് നേടുന്ന കാര്യത്തിൽ ഒട്ടും പിന്നിലായിരിക്കുകയില്ല. നല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവരും ഈ നാളുകാരിലുണ്ട്. നിഗൂഢമായ കാര്യങ്ങൾ കണ്ടെത്തുവാൻ പ്രത്യേക കഴിവുണ്ടാകുകയും ചെയ്യും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും. എങ്കിലും അയൽക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും പോലും സ്വൈരക്കേടുകളും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള തിരിച്ചടിയൊക്കെ കിട്ടാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. ധാരാളിത്തവും ലുബ്ധതയും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഈ നക്ഷത്രക്കാരിൽ ഏറിയ പങ്കും എന്നാൽ കഴിവിന് അതീതമായ പ്രൗഢിയും ആഡംബരവും കാണിച്ച് ഏത് സന്ദർഭങ്ങളിലും ശോഭിക്കാൻ ഇവർക്ക് കഴിയും. അതുപോലെ എഞ്ചിനീയറിംഗ്, കലാരംഗം, ജ്യോതിഷം, വിദ്യാഭ്യാസം, വൈദ്യപ്രവൃത്തി, വാണിജ്യം, ഏജൻസി തുടങ്ങിയവകളിൽ ഏറെ ശോഭിക്കാൻ കഴിയും. ജീവിത പങ്കാളിയെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഉള്ള ഗുണ അനുഭവങ്ങൾ അനുഭവിക്കാനും സാധ്യത വളരെ ഏറെയാണ്. ഈ നാളികേരകാരികളായ സ്ത്രീകൾ ഈശ്വര വിശ്വാസത്തോടെ സത്യധർമാദി കൈവിടാതെ ജീവിക്കുന്നവരായിരിക്കും. മൂലനക്ഷത്രവുമായിട്ട് വേദദോഷമുള്ള ഒരു നക്ഷത്രമാണ്. പൂരം, അത്തം, ചോതി, പൂരാളം, തിരുവോണം, ചതയം, ഭരണി എന്നീ നക്ഷത്രക്കാരുമായുള്ള സഹപ്രവർത്തനങ്ങളും ഇടപാടുകളും വർജിക്കേണ്ടതാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആയില്യ നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തെക്കൻ പ്രദേശങ്ങളിലെ സർപ്പദൃഷ്ടികളാണെന്ന് ഇവർ സർപ്പദൃഷ്ടിയുള്ള ദോഷമുള്ള ആയില്യ അയൽക്കാർക്ക് ദോഷം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണമൊക്കെ അതൊക്കെയാണ്. അതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം. എങ്കിൽ തന്നെ നല്ലൊരു നക്ഷത്രം തന്നെയാണ് ആയില്യ നക്ഷത്രം. അപ്പോൾ ഇനി അർത്ഥദശാകാലം നമുക്ക് നോക്കിയാൽ 8.5 വയസ്സ് വരെ ബുധദശാകാലമാണ്. ബുധദശയിലാണ് ജനനം വരുന്നത്. 8.5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ കേതുദശയാണ്. 15 മുതൽ 35 വയസ്സ് വരെ ശുക്രദശാകാലമാണ്. 35 മുതൽ 41 വയസ്സ് വരെ ആദിത്യനാണ്. 10 വർഷമാണ് ആദിത്യന്. 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ചന്ദ്രദശയാണ്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെ ചൊവ്വാദശയാണ്. 58 വയസ്സ് മുതൽ 76 വയസ്സ് വരെ രാഹുദശയാണ്. 76 വയസ്സ് മുതൽ 16 വർഷം വ്യാഴദശ കൂടാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഇത് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയങ്ങളിലൊക്കെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. സജ്ജനങ്ങളായാലും ഭൃത്യന്മാരെ കൊണ്ടുമൊക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സ്വഭാവ ഗുണത്തോടു കൂടിയ നന്മയുള്ള ഐശ്വര്യമുള്ള ഒരു നക്ഷത്രം കൂടാണ്. അപ്പോൾ ഈ വർഷത്തെ ഫലങ്ങളുടെ 2026 സമ്മിശ്ര ഫലം നമുക്കൊന്ന് നോക്കാം. ജനുവരി 1 മുതൽ ഒക്ടോബർ 31 വരെയും ഈശ്വരാധീനക്കുറവും തന്മൂലം അനുഭവങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ജൂൺ 1 വരെ വ്യാഴം 12-ൽ, അതിനുശേഷം ഒക്ടോബർ 31 വരെ ജന്മരാശിയിൽ വരും. വ്യാഴാഴ്ച വ്രതം മുതലായ വ്യാഴപ്രീതി കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നത് അത്യുത്തമം. തന്മൂലം പ്രായം അനുസരിച്ച് ബാലാരിഷ്ടതകൾ, മാതൃപിതൃ ഗുരുജന വിയോഗം, വിദ്യാഭ്യാസത്തിന് പലവിധ പ്രശ്നങ്ങൾ, പരാജയഭീതി, ജോലിക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും അലച്ചിൽ കിട്ടാനുള്ള ധന അല്ലെ ശമ്പളം ഇതൊക്കെ കിട്ടാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനെ നമ്മൾ വിശദീകരിച്ചാൽ കുടുംബത്തിൽ അലോരസ്യങ്ങൾ അല്ലെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനത്തിന് അരിഷ്ടതകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഉപയോഗത്തിലിരിക്കുന്ന ആധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ അല്ലെങ്കിൽ ഇടിവെട്ടുക, മറ്റു കാര്യങ്ങളുണ്ടാകുക, മൊബൈൽ നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. മൃത്യുക്ലേശ ദുഃഖങ്ങൾ തുടങ്ങിയ ഗൗരവമുള്ള ദോഷങ്ങളെ തരണം ചെയ്യുവാൻ കഴിയുക തന്നെയുമല്ല ചൊവ്വയുടെ ഇഷ്ടസ്ഥിതി കൊണ്ട് വാടക വരുമാനത്തിൽ വർധനവ, ഏത് കാര്യവും സധൈര്യം ഏറ്റെടുത്ത് ചെയ്യാവുന്ന കാര്യപ്രാപ്തി, യന്ത്രാദി വസ്തുക്കളുടെ ക്രയവിക്രയം ചെയ്യാൻ അവസരം, സുഖം തുടങ്ങിയവും ഫലങ്ങളാണ്. അത് കഴിയുമ്പോൾ ഒക്ടോബർ 31 മുതൽ കാലസ്ഥിതി അല്പം മെച്ചപ്പെടും. അപ്പോൾ ഈ മോശമാണെന്ന് പറഞ്ഞു എങ്കിൽ തന്നെയും അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനുള്ള പരിഹാരം പാൽപ്പായസം നടത്തുക, വ്യാഴാഴ്ച വ്രതം എടുക്കുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വ്യാഴാഴ്ച വീട്ടിൽ മഞ്ഞ പട്ടി ചാർത്തുക, അതുപോലെ തന്നെ ഓരോ സൂക്തങ്ങളുടെ
പിന്നെ മഹാവിഷ്ണു പിന്നെ സഹസ്ര നാമ പുഷ്പാഞ്ജലി അല്ലെ സുദർശന പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. സുദർശന മന്ത്രത്താലുള്ള മന്ത്രാർച്ചന നടത്തുക, മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക. സുദർശന ഹോമമൊക്കെ പറഞ്ഞാൽ വലുതാണ്. എന്തെങ്കിലും വിഷ്ണു പൂജയൊക്കെ നടത്തുക, വീട്ടിൽ ഭാഗവത പാരായണം നടത്തുക. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ അതിൻ്റെ കാഠിന്യത്തെ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് ജീവിതത്തിൽ നല്ലൊരു മെച്ചം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഏത് പ്രായക്കാരായാലും ഏത് പ്രവർത്തനത്തിലായാലും ഈശ്വരാധീനം കിട്ടും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ആയില്യ നക്ഷത്രത്തിന് ഈ വർഷം ഉണ്ടാകുന്നതായിട്ടുള്ള ഫലങ്ങൾ. പിന്നെ ഇത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു പിന്നെ ജ്ഞാനമുള്ള അല്ലെങ്കിൽ അറിവുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് ആ ജ്യോതിഷി പറയുന്നൂടെ കേട്ട് ഉള്ള ഫലങ്ങളും ഗ്രഹനില സഹിതം പരിശോധിച്ചതിന് ശേഷം ആ ഗ്രഹനിലയിൽ കൃത്യമായിട്ട് കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞും നമ്മൾ ആ പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തലവരെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ യോഗഫലങ്ങൾക്ക് വ്യതിയാനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു വർഷമാണ്. നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ ഈ എളിയ ചാനലിൻ്റെ ഈ ഒരു എപ്പിസോഡോട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ തമ്മിൽ ആയില്യംകാരോട് കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ നിങ്ങളോടുള്ള കടപ്പാടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.